പാർലമെന്റിലേക്ക് പ്രിയങ്ക എത്തിയത് പലസ്തീൻ ബാഗുമായി. മുസ്ലിം പ്രീണനമെന്ന് ബി.ജെ.പി. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാവും വയനാട് എം.പിയുമായ പ്രിയങ്ക ഗാന്ധി. പലസ്തീൻ എന്നെഴുതിയ തണ്ണിമത്തൻ ചിത്രമുള്ള ബാഗ് ധരിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഇന്ന് പാർലമെന്റിലെത്തിയത്. പ്രിയങ്കയുടെ ഈ നീക്കത്തിനെതിരെ ബി.ജെ.പി. രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. പ്രിയങ്ക മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നായിരുന്നു ബി.ജെ.പിയുടെ വിമർശനം. നേരത്തെയും പലതവണ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്ക രംഗത്ത് വന്നിട്ടുണ്ട്. അക്രമത്തിൽ വിശ്വസിക്കാത്ത ഇസ്രയേലി പൗരന്മാരോടും ലോകത്തെ എല്ലാ ഭരണകൂടങ്ങളോടും ഇസ്രയേലിൻ്റെ നടപടികളെ എതിർക്കാൻ പ്രിയങ്ക മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പാർലമെന്റിലെ ചർച്ചയിൽ വയനാട്ടിലെ വനാതിർത്തികളിൽ താമസിക്കുന്നവരുടെ ദുരിതം പാർലമെന്റിൽ പ്രിയങ്ക ഉന്നയിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 90ഓളം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണം ചെറുക്കാൻ നടപടി വേണമെന്നും നഷ്ടപരിഹാര തുക കൂട്ടണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് എൽറാസഖ് അബി ജാസറുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വന്തം വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പലസ്തീൻ പോരാട്ടങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി പിന്തുണ അറിയിച്ചു. പലസ്തീനുമായുള്ള ആത്മബന്ധവും അനുസ്മരിച്ചു. ഈ കൂടിക്കാഴ്ചയിൽ പ്രതിനിധി സമ്മാനിച്ച ബാഗാണ് പ്രിയങ്ക ലോക്സഭയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് വിവരം. പോസ്റ്റിന് താഴെ പ്രിയങ്കയെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേരാണ് പോസ്റ്റിട്ടിരിക്കുന്നത്. ഇത് മുസ്ലിം പ്രീണനമാണെന്ന് ബി.ജെ.പി. വിമർശിച്ചു. ഗാന്ധി കുടുംബം എപ്പോഴും പ്രീണനത്തിൻ്റെ ബാഗ് ചുമന്നിട്ടുണ്ടെന്ന് പാർട്ടി കുറ്റപ്പെടുത്തി.